ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പേഷ്യൻസ് ആണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിനും നമ്മളിപ്പം ഒരു കാര്യം ധൃതി പിടിച്ച് എന്തിനു പോയോ അത് നമുക്ക് സാധിച്ചു കിട്ടില്ല. അവിടെ നമുക്ക് ദൈവാനുഗ്രഹവും ഉണ്ടാവില്ല. കാരണം മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ധൃതിയാണ്. അത് സാധിക്കുമോ, അത് സാധിക്കുമോ, അത് സാധിക്കും. ഇങ്ങനെയുള്ള ചിന്തകളോടുകൂടി നമ്മൾ ഒരു കാര്യവും തുടങ്ങി വെക്കാൻ പാടില്ല. തുടങ്ങി സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാനും പാടില്ല. വളരെയധികം ക്ഷമയോടുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പതുക്കെ സ്ലോലി ഒന്ന് മുന്നോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിവിടെ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ബേഡ് ഒത്തിരി ക്ഷമയോടുകൂടിയാണ് ഇരിക്കുന്നത്, മത്സ്യത്തെ പിക്ക് ചെയ്യുന്നത് അല്ലേ? എത്ര ക്ഷമയോടുകൂടി ഇരുന്നിട്ടാണ്. അപ്പോൾ അവിടെ ആ കോൺസെൻട്രേഷൻ അത് കൊണ്ടുവരുന്നുണ്ട്. ക്ഷമയോടൊപ്പം അതിന്റെ കോൺസെൻട്രേഷനും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉദ്ദേശിച്ച കാര്യം ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഏതൊരു കാര്യത്തിലും ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ഷമയില്ലാതെ ഒരുപാട് പേര് ജീവിതം കുട്ടിച്ചോറാക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, വീട്ടിൽ നടക്കുന്ന കലഹങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ക്ഷമയില്ലായ്മയാണ്. ഒന്ന് സൈലൻസിലിരിക്കുക. സൈലൻസിൽ നിന്ന് ഒരുപാട് സക്സസിലേക്ക് വരാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും അവിടെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ല ആയിരുന്നു എങ്കിൽ എനിക്ക് ഈ ഗതി ഇപ്പോൾ വരില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാവിട്ട വാക്ക്, കൈവിട്ട ആയുധം, ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഒരു ക്ഷമ കൊണ്ടുവരണം. ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ. മനസ്സിൽ ദേഷ്യം വരുമായിരിക്കും, എന്നാൽ പോലും അതിന് അന്ന് അപ്പം മറുപടി പറയാൻ പാടില്ല. സൈലൻസ് പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സൈലൻസ് നിങ്ങൾക്കൊരു നല്ല സക്സസ് തരും. ഈ ക്ഷമയെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് തരുന്ന 2 അക്ഷരങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ടാരോ കാർഡ്സ് കൂടി ഒന്ന് എടുക്കാവേ. എന്നിട്ട് കണ്ടില്ലേ, ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധൃതി പിടിച്ച് ചിന്തിക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. മനസ്സിലായി? എല്ലാം എളുപ്പം സാധിക്കണമെന്നുള്ള ചിന്തയോടുകൂടി തലയും കുത്തി കിടന്ന് ആലോചിക്കുകയാണ്, പക്ഷെ ഒന്നും പിടികിട്ടുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് അത് കുറച്ചൊന്ന് മനസ്സൊന്ന് ശാന്തമാക്കിക്കൊണ്ട് ആ ഒരു ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരമാണെങ്കിൽ അതിന് ഉത്തരം കിട്ടും. മനസ്സിലായി? എവിടെയാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്? അല്ല, ധൃതി പിടിച്ച് തലയും കുത്തി കിടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും. അതുകൊണ്ട് അതൊക്കെ സാവകാശം അതിന് മറുപടി കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ടാരോ കാർഡ്സ് എടുത്തപ്പോഴും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ? നമ്മൾ തന്നെ വീട്ടിൽ എന്തെങ്കിലും നമ്മുടെ ഒരു സാധനം കാണാതെ പോയി ധൃതി പിടിച്ചിങ്ങനെ നോക്കുവാണ്, കാണത്തില്ല. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നോക്കി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ മുൻപിൽ കണ്ടുകിട്ടും. പലപ്പോഴും ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കാതെ പോകും. അതാണ് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ക്ഷമയോടും ശാന്തിയോടും അതുപോലെ ബുദ്ധിയോടും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. മറ്റൊരു വീക്ഷണത്തിലൂടെ ജീവിതത്തെ നോക്കിക്കാണാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്.
ഇവിടെ റിലീസാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും റിലീസ്, ആവശ്യമില്ലാത്തതിനൊക്കെ റിലീസ് ആക്കുന്നത് ഏറ്റവും നല്ലതാണ്. മനസ്സിലായി. ഓക്സിജൻ റിലീസാക്കുന്ന ഒരുപാട് വൃക്ഷങ്ങളുണ്ടാകും. അങ്ങനെയുള്ള വൃക്ഷങ്ങളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിൽ നിന്നും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ റിലീസാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ശാന്തി ലഭിക്കും. ഇവിടെ ഓക്സിജനെ റിലീസാക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ലഭിക്കും. ഈ സമയത്ത് നമ്മളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മളൊന്ന് റിലീസ് ചെയ്യുക. അവിടെ നമുക്കും അസുഖങ്ങളെ മാറ്റി മുന്നോട്ട് വരാൻ സാധിക്കും. എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ് ആവശ്യമില്ലാത്തതിനെ ഇവിടെ റിലീസാവുന്നത്. അതായത് ഇവിടെ ഉണങ്ങിക്കരിഞ്ഞ ഇലകളെ ചിലപ്പോൾ കളയുന്നുണ്ട്, എന്നിട്ട് തളിർത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളെ നിലനിർത്തുന്നു മരം. എന്ന് പറയുന്ന പോലെ നമ്മളിലുള്ള ചില കാര്യങ്ങളെക്കൊള്ളും നമ്മളിലുള്ള ദുർഗുണങ്ങളെ ഒക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആവശ്യമില്ലാത്ത സംസ്കാരം, ആവശ്യമില്ലാത്ത മോശം ആയ സംസ്കാരം, ഇതിനെയൊക്കെ എന്താണ് ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു പരിശുദ്ധി നിലനിർത്താൻ കഴിയും. ഒന്ന് ക്ലിയർ ആവും, ഒന്ന് ക്ലീൻ ആവും. മനസ്സിലായോ? ആശയങ്ങൾ ക്ലിയർ ആവും, മനസ്സ് ക്ലീൻ ആവും, ബുദ്ധി പ്രവർത്തിക്കും. ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ 2 ഓഫ് കപ്സിന്റെ എനർജി കണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് സ്നേഹത്തെ, അവരവരുടെ പാർട്ട്ണറെ മാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് മുന്നോട്ട് സന്തോഷകരമായിട്ട് പോകാൻ സാധിക്കും. ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിലനിർത്തണമെങ്കിൽ എന്താണ് പല കാര്യങ്ങളെയും വേണ്ടെന്ന് വെക്കണം, ഉപേക്ഷിക്കേണ്ടതിനെ, പല കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സ്നേഹം നിലനിർത്താൻ പറ്റൂ, കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ പറ്റൂ, മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? പരസ്പരം കെയറിങ് ഉണ്ടാവണം, പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ഇല്ലാതെ ഒരു ലൈഫും മുന്നോട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ സാധിക്കുകയില്ല. ഞാൻ വലുത് എന്നുള്ള ഭാവം ഇവിടെ പാടില്ല, ഈഗോ ഇവിടെ പാടില്ല. ഈഗോ ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ നല്ല രീതിയിലൊന്ന് ജീവിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ അത്തരത്തിലുള്ള ജീവിതമാണ് കാണുന്നത്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കാണുന്നത്. അങ്ങനെ ചിലപ്പോൾ പിരിഞ്ഞു പോയവർ വീണ്ടും കൂടിച്ചേരുന്നതാവാം. ഇവിടെ നിങ്ങൾക്ക് എത്തേണ്ട പാർട്ട്ണർ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിലുള്ള ദുർഗുണങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ആവശ്യമില്ലാത്ത സംസ്കാരങ്ങളെ, അതായത് മോശകരമായ പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർ വന്നു ചേരും. അവരുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റിൽനെസ് ആണ് ഉണ്ടല്ലേ. എല്ലാ മനുഷ്യർക്കും ഇവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആഗ്രഹമാണ് ഇവിടെ ഒന്ന് ശാന്തി അനുഭവിക്കാനുള്ള ആഗ്രഹമാണ്, പ്യൂരിറ്റി നിലനിർത്താനുള്ള ആഗ്രഹം, ഒരു ഉറച്ച നിലനിൽപ്പ് കൊണ്ടുവരാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിലനിൽപ്പിൽ എന്താണ് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ ആഗ്രഹത്തെ സഫലമാക്കണമെങ്കിൽ എന്താണ് ഇവിടെ പ്രവർത്തികൾ കൂടി ഉണ്ടാവണം. ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി കൊണ്ടുവരാനും അതിനെ നിലനിർത്താനും ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ജോലി ചെയ്താൽ മണി കൂടുതൽ ഏൺ ചെയ്യാനും, വീട്ടിലിരുന്നാൽ തന്നെ വർക്ക് ചെയ്ത മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും ഉള്ള ആഗ്രഹമാണ്. ബാധ്യതകളിൽ നിന്ന് ഒഴിവായി മുന്നോട്ട് വരണം, അതാണ് കൂടുതലായിട്ടും ഇവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ റാണിയായി മാറാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഉയർന്ന നിലയിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഒരു ഭാഗ്യത്തിൽ ഇങ്ങനെ കഴിയാൻ സാധിക്കും. അപ്പൊ ഇതെന്താണ്? ഇവിടെ ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ.
അല്ലെങ്കിൽ തയ്യാറാവുകയുള്ളൂ. ഉള്ളിൽ ആഗ്രഹമില്ലാതെ ഒന്നിനും തയ്യാറെടുക്കത്തില്ല. ഇവിടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് മണി ഏൺ ചെയ്യണമെന്ന്, അതിനായിട്ട് പ്രവർത്തിക്കണം, എന്ത് കഴിവാണ് എന്നിലുള്ളത് അത് കൊണ്ടുവന്ന് അതിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിവിടെ സഫലമാകുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, അത് വ്യക്തമാക്കി ഒന്ന് ശ്രമിച്ചു നോക്കണം. നമുക്കിപ്പോൾ സാമ്പത്തികം വേണോ, മനസ്സിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് അതിനായിട്ട് ശ്രമിച്ചു നോക്കാം. അപ്പോഴതിലൊരു സക്സസ് ലഭിക്കും. മറ്റുള്ളവരുടെ കൂടി പ്രശംസയ്ക്ക് പാത്രമാകാൻ സാധിക്കും. മറ്റ് വീട്ടിലുള്ളവരുടെ ഒക്കെ ബാധ്യതകൾ മാറ്റി എല്ലാ കാര്യത്തിലും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹീലിംഗ് ഹെയോസ് ആണ് വന്നിരിക്കുന്നത്. ടാരോട്ട് എന്താണ് വന്നിരിക്കുന്നത്, ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരുടെ മുൻപന്തിയിൽ എത്തണമെങ്കിൽ എന്താണ്, അത്യാവശ്യമായിട്ടും ഹെൽത്ത് വേണം, വെൽത്തും വേണം, അല്ലേ? ഇവിടെ നിങ്ങളുടെ എല്ലാ ഹീലിംഗ് കെയർസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു പരിവർത്തനം വരുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളിലും ഒരു പരിവർത്തനം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൂടുതൽ നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ആവേശത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നത്, കൂടുതൽ കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു. ഇവിടെ ഒരു കിങ്ങിന്റെ എനർജി കൊണ്ടുവരികയാണ്. ഒരു ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ, നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിലനിർത്താനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനും നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ കോൺഫിഡൻസ് കൈവരിക്കാനും സാധിക്കുന്നു. വാൻസിന്റെ എനർജി, വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇതിവിടെ ഒരു ആവേശമാണ്, എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കണം. ഈ ഒരു ആഗ്രഹമുണ്ട്, അതിനായിട്ട് കൂടുതൽ ശ്രമിച്ചു നോക്കുകയാണ് വേണ്ടത്. ആ ശ്രമം നിങ്ങൾക്കിവിടെ സക്സസ്സിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ളവരുടെ ലീഡറായിട്ട് അല്ലെങ്കിൽ അതോറിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുള്ള ഒന്ന് ശ്രമിച്ചു നോക്കുക, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കുക, അതിലൊരു വിശ്വാസം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുൻപന്തിയിൽ വരാൻ സാധിക്കും. മനസ്സിലായി? അല്ലാതെ മടി പിടിച്ചിരുന്നുകൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല. ഒരു കാർഡ് കൂടി എടുക്കാവേ. സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു കടുത്ത പ്രതിസന്ധിയിലാണോ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണം. ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. നമ്മൾ പറഞ്ഞല്ലോ, ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്, അത് നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം. അതിനായിട്ട് ശ്രമിക്കണം, വർക്ക് ചെയ്യാൻ തയ്യാറാവണം. മനസ്സിലായി? അവിടെ എന്താണ് കൊണ്ടുവരേണ്ടത്? ആദ്യം തന്നെ കൊണ്ടുവരേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. ഏകാഗ്രത ഉണ്ടാവണം, ശ്രമിച്ചു നോക്കണം, അല്ലേ? അപ്പോൾ ആ ശ്രമമാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് എന്നാണ് കാണുന്നത്. എടുക്കാം നമുക്ക്. സെക്യൂരിറ്റി. അത്രമാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക്
ഒരു പ്രൊട്ടക്ഷൻ തരും. അതാണ് ഇവിടെ കണ്ടില്ല, 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭീരുവാകാൻ പാടില്ല, കുറച്ചുകൂടി ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് വരൂ. നിങ്ങൾക്കുള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം. നിങ്ങളൊരു അതോറിറ്റി പവറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയും അത് തന്നെയാണ്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. മയിലൊക്കെ പീലി വിടർത്തി നിന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ആരും ഒന്ന് നോക്കി നിന്ന് പോകും അല്ലേ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ എവിടെ നിന്നാലും ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സ്വയം വില കൊടുക്കുക. മനസ്സിലായി? ഇത്രമാത്രം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മുന്നോട്ട് വരിക. അല്ലാതെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഭീരുവാണ്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. മെന്റലി ഫിസിക്കലി ഒക്കെ എന്താണ് വരേണ്ടത്? പവർഫുൾ ആവേണ്ടത് അത്യാവശ്യ കാര്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. സമ്പത്തിന്റെ സഫലത അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 9 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് ഇവിടെ. നിങ്ങൾ വളരെയധികം ആകാംക്ഷകളോടെ എന്തോ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാൻ, ചില സാഹചര്യങ്ങളുമാകാം. അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അതിന് തക്കതായ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നാണ് കാണുന്നത്. നമുക്കിനി 2-3 ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. രണ്ട് മൂന്നെണ്ണം എടുക്കാവേ. അതാണ് 3 കാർഡ്സ് ഞാൻ എടുക്കുവാണ്. ക്ലബ്ബാണ് വന്നിരിക്കുന്നത്. someone will try to make you do something against your will. ഇവിടെ ആരോ നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ആരോ എന്തോ ഒരു പാരപണിയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് സാരമില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു സമയത്തെന്ന് കാണുന്നുണ്ട്. അതുപോലെ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് വെൽത്ത്. കണ്ടില്ലേ? ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് റോസ് ആണ്. റൊമാൻസ് ഈസ് ഇൻ ദ എയർ. നിങ്ങളിലേക്ക് ആരോ റൊമാൻസ് തൊടുത്ത് വിടുന്നുണ്ട്. ആർക്കോ നിങ്ങളോട് പ്രണയം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അത് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.